ഡെയിലി വ്ലോഗ് പാർട്ട് 2. രാവിലെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. എന്നിട്ട് ഓക്കെ, ആരോ എന്തോ രാവിലെ തന്നെ കാട്ടിയാണ്. ആരെന്തോ കാട്ടിയത്. നമുക്കന്ന് മെല്ലെ വണ്ടി ഇറക്കാം ഗൈസ്. RPM 1500 ഒന്ന് മെല്ലെ ഇറക്കാം. ഇത് പൊടിയാണ് ഗൈസ്. ഇതാ അവിടെ പൊടി ഉറപ്പിക്കുന്നു. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. ഫോക്കസ് ചെയ്യാൻ പറ്റുമോട്ടെ. ഫുള്ള് പൊടിയാണ് കണ്ടോ ഗൈസ്, ഫുള്ള് പൊടിയാണ്. ആ വണ്ടി ഓട്ടുന്നിട്ട് വൈപ്പ് ഇട്ടോക്കാം. ഓ, ചാളി തന്നെ ഉണ്ടോ ഗൈസ്. എന്തോ ഒരു പൊടിയാണ് അറിയാം, നല്ല പൊടിയാണ് ഗൈസ്. അപ്പോൾ ഒരു കാര്യം, നമുക്ക് വണ്ടി മെല്ലെ ഓഫ് ചെയ്യാം. RPM 1000 വന്നു. നേരെ നമ്മുടെ സ്കൂളിൽ കൊണ്ടാക്കി കോളേജിൽ ഇപ്പോൾ 8:46. ഇപ്പോൾ കുറച്ച് ചെറിയതായിട്ടൊന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. അമ്മയെ കൊണ്ടാക്കിയിട്ട് നേരെ കോളേജിൽ പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളത് കോളേജിലേക്ക് ലക്ഷ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണാണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഒരു കാര്യം, കോളേജിൽ എത്തിയിട്ട് കാണാം. ഫൈനലി നമ്മൾ കോളേജിലേക്ക് എത്തി. ഞാൻ മുടി സെറ്റാക്കിയിട്ട് വരാം. അപ്പം നമ്മൾ മുടി സെറ്റാക്കി ഗൈസ്. ഇനി നമുക്കെന്നാൽ സീറ്റ് ബെൽറ്റ് വിട്ടേ. സീറ്റ് ബെൽറ്റ് വിട്ടേ ഗൈസ്. സീറ്റ് ബെൽറ്റ് മുക്കിയാണ്. ചിലവർ കമൻറ്റ് ഇട്ടായിരുന്നു എന്താ സീറ്റ് ബെൽറ്റ് ഇടാത്തത്. അപ്പോൾ നമ്മളിത് അവിടെ കോളേജിൻ്റെ അടുത്ത് എന്താ സീറ്റ് ബെൽറ്റ് ഇടാത്തത്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ടൂ എന്നൊരു ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ AC ഒന്നിലിട്ടിട്ട് തന്നെ വരാറ്. നല്ല തണുപ്പാവില്ലേ. ഓഫ് ചെയ്യാം. എന്നിട്ട് ഗിയറിലിടാം ഗൈസ്. പൈസ അവിടെ ഇരിക്കട്ടെ. അത് വൈകുന്നേരം വരുമ്പോൾ പെട്രോൾ അടിക്കാൻ എന്തെങ്കിലും ചെയ്യാം. പെട്രോൾ അടിക്കാനാണ് പൈസ വന്നിട്ട്. പൈസ ഉള്ളത് തന്നെ കഴിഞ്ഞ വയസ്സ്. ഈ മാസത്തെ വരുമാനമൊന്നും ഇല്ലാണ്ട് കുഴപ്പമില്ല. ഒരു കാര്യം, ബാഗ് എടുത്തു. ഞാൻ ബാഗ് എടുത്തൊന്നു കാണിച്ചാൽ കഴിഞ്ഞു. ഇതിൽ ബാഗ് വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ കോളേജിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി ലോക്ക് ചെയ്തിരുന്നു. എന്നാലും ഒരു ഉറപ്പ് കൂടി വരുത്താണ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ചെറിയൊരു ഉറപ്പായിട്ട് ലോക്കഡാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ കോളേജിൽ കയറാം. സമയം 53 അല്ല 33. ഈ എക്സാമിൽ എന്താ കാണാം. അപ്പോൾ എന്നാൽ വണ്ടി കയറാം ഗൈസ്. വണ്ടി കയറാം. ഓപ്പോസിറ്റ് ഫുള്ള് കാണണ്ടാതിരിക്കുന്നു. ഇനി കാണാണ്ടാവുന്നതായിരിക്കും ഗൈസ്. വണ്ടി ഫൈനലി നമ്മൾ ശബരിയുടെ അവിടെ എത്തി ഗൈസ്. കണ്ടോ, ശബരിയുടെ അവിടെയാണ്. ഇനി നമുക്ക് നേരെ അമ്മയെ കൊണ്ടുവന്നിട്ട് സാധനം മേടിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ്, ചെറുപ്പശ്ശേരി നവീകരണത്തിൻ്റെ ഭാഗമായി എല്ലാവരും പൊളിച്ചിട്ടുണ്ടോ. ബസ് സ്റ്റാൻഡിലേക്ക് അത് ഒരു വൺ സൈഡേ ഉള്ളൂ. ഒരു സൈഡിൽ കൂടെ തന്നെ ബസ് കയറി, മറ്റേ സൈഡിൽ കൂടെ തന്നെ ആ ബസ് തന്നെ ഇറക്കി. അങ്ങനെയാണ് ബസ് സ്റ്റാൻഡ് അങ്ങനെയാക്കിയുള്ളൂ. ബ്ലോക്കിൻ്റെ തല്ലാണ് അവിടെ. ഓൾറെഡി ബഹളം മാത്രമേ ഉള്ളൂ ചെറുപ്പശ്ശേരിയിൽ. ഇവിടെ ഇട്ടാലോ എന്താ, നമുക്ക് നേരെ മോഹൻലാലിൻ്റെ അവിടെ ലക്ഷ്യമാക്കി പോകാൻ. നാളെ അപ്പോൾ മനസ്സിലാവുമല്ലോ. സൈഡ് പണ്ട് ഇവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ മണ്ടേ കൂടെ ഒക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത്. സ്റ്റേജിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്.